أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്തായ അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന സൂറത്തിൽ നിന്ന്, അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ 7 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീനഹും, യാതൊരു കൂട്ടരാണ് അവർ. ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളിൽ. ഖാശിഊൻ, അവർ ഭയഭക്തി ഉള്ളവരാണ്. അതായത് അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വല്ലദീന ഹും, യാതൊരു കൂട്ടരാണ് അവർ. അനിൽ ലഗ്വി, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന്. മുഅ്രിദൂൻ, തിരിഞ്ഞു കളയുന്നവരാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമാണ് അവർ. വല്ലദീനഹും, യാതൊരു കൂട്ടരാണ് അവർ. ലിസ്സക്കാത്തി, സക്കാത്ത്, ധനപരമായ അവരുടെ നിർബന്ധമായി ചെയ്യേണ്ട ബാധ്യതകൾ. ഫായിലൂൻ, അവരത് നിർവഹിക്കുന്നവരാണ്, അഥവാ സക്കാത്ത് കൊടുക്കുന്നവരാണ് അവർ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. യാതൊരു കൂട്ടരാണ് അവർ. ലിഫുറൂജിഹിം, അവരുടെ ഗുഹ്യാവയവങ്ങളെ. ഹാഫിളൂൻ, അവർ സൂക്ഷിക്കുന്നവരുമാണ്. തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നവരുമാണ്. ഇല്ല അല അസ്വാജിഹിം, അവരുടെ ഭാര്യമാരുമായി, ഇണകളുമായി അല്ലാതെ. ഔമാ മലക്കത്ത് ഐമാനുഹും, അല്ലെങ്കിൽ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ, അഥവാ അവരുടെ അടിമ സ്ത്രീകളും ഒഴിച്ച്. ഫൈനഹും ഗൈറു മലൂമിൻ, അവരൊരിക്കലും തന്നെ ആക്ഷേപാർഹരാവുകയില്ല. അവരാക്ഷേപത്തിന് അർഹരാവുകയുമില്ല. അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കും, അവരുടെ ഭാര്യമാർക്കൊഴിച്ച്, അതേപോലെ തന്നെ അവരുടെ അടിമ സ്ത്രീകൾക്കും ഒഴിച്ച്. അത് രണ്ടും അവർക്കന്ന് അനുവദനീയമായ കാര്യങ്ങളാണ്. മാത്രമല്ല അവരാക്ഷേപാർഹരല്ല. അവരെ ഈ വിഷയത്തിൽ ആരും ആക്ഷേപിക്കേണ്ടി വരികയില്ല. ഫബൻ ഇബ്തഗ വറാഅ ദാലിക, ഇനി അതിന് പിന്നിലുള്ളത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ
അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൗലായിക്ക ഹുമുൽ ആദുൻ, അവർ പരിധി വിട്ടവരാണ്, അവർ തന്നെയാണ് അതിക്രമികളായ ആളുകൾ. സത്യവിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളുമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ആദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യമേ പറയുന്നു സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് വിജയം, അവർ വിജയം വരിച്ചിരിക്കുന്നു. അവരുടെ പൊതുവായ സ്വഭാവം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ, ഭയഭക്തിയുള്ളവരാണ്. മനസ്സിൽ അള്ളാഹുവിനെ ഭയക്കുകയും വിനയത്തോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമസ്കാരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചെയ്യുന്ന ഇബാദത്താണ് എന്ന വിചാരത്തോടു കൂടി നമ്മൾ നിൽക്കരുത്. സുജൂദിനെ പറ്റി പറഞ്ഞെടുത്ത് ഫഖമിനുൻ അൻ യുസ്തജാബ ലഹ്, ഉത്തരം കിട്ടാൻ ഏറ്റവും പറ്റിയ അവസരം എന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശമാണ് നമസ്കാരത്തിൽ നോട്ടം. മുകളിലോട്ട് നോക്കുന്ന പലരും ഉണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ആ നോട്ടം അവർ പിൻവലിക്കുകയുണ്ടായി. നമസ്കാരത്തിൽ ആദ്യാവസാനം നോക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. നമ്മളുടെ നെറ്റിത്തടം എവിടെയാണ് വെക്കുന്നത് ആ സ്ഥലത്തേക്കാണ് നമ്മൾ നമസ്കാരത്തിൽ നോക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പരിധി വിട്ട് നോക്കിയിരുന്നില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ നമസ്കാര സ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലത്തേക്ക് മാത്രം നോക്കുകയാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് ഖുശൂ തെറ്റിപ്പോവുകയില്ല. മേലോട്ട് നോക്കുക, സൈഡ് വശങ്ങളിലേക്ക് നോക്കുക, ഇതൊന്നും വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമേ അല്ല. സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്നർത്ഥം. ഇടത്തോട്ടും വലത്തോട്ടുമൊന്നും നോക്കാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞത്, വിശ്വാസിയുടെ ലക്ഷണമായി പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരാണ്, ആ ഭാഗത്തേക്ക് നോക്കാവുന്നവരാണ്. ലഗ്വ് എന്ന വാക്കിന് നിഷിദ്ധമായതും വെറുക്കപ്പെട്ടതുമായ കാര്യങ്ങളെന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അനാവശ്യമായ കാര്യങ്ങൾ. ഈ ലഹ്വിൻ്റെ കൂട്ടത്തിൽ അനുവദനീയമായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ. ഒരു പാട്ട് കേട്ടുപോയി എന്നോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടുപോയി എന്നതുകൊണ്ടോ മാത്രം ഒരാൾ അവിശ്വാസിയാകുന്നില്ല. അതേസമയം വിശ്വാസിയുടെ ലക്ഷണമെന്ന് പറയുന്നത് അയാൾ ഇത്തരം മോശമായ കാര്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തു നിന്ന് അയാൾ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. വാക്കുകളിലും സംസാരത്തിലും പെട്ട കുറ്റകരമായ കാര്യങ്ങളാണ് ഇവിടെ ലഗ്വ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പാട്ടുകളാവട്ടെ, അതുപോലെ തന്നെ കാഴ്ചകളാവട്ടെ, നമുക്ക് പറ്റാത്തത് നമ്മൾ കാണുകയോ അള്ളാഹുവിൻ്റെ ദീൻ വിധിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നാം കേൾക്കുകയോ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ആ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാവും അവർ. വല്ലദീനഹും ലി സക്കാത്തി ഫായിലുൻ,
അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. സക്കാത്ത് എന്ന് പറയുന്നത് തൃപ്തികരമായ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചു എന്നാണ്. ആത്മ സംസ്കരണം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ധനപരമായ നമ്മുടെ കൊടുത്തു വിട്ടേണ്ട അവകാശമാണ്, മറ്റുള്ളവരുടെ അവകാശമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ആ സക്കാത്തിൻ്റെ മുതൽ അത് ചെളിയായി അയാളുടെ എല്ലാ ഭക്ഷണ വസ്തുക്കളിലും അല്ലാത്ത പെരുമാറ്റ സംഗതികളിലും ഒക്കെ അത് ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും. അതേസമയം സക്കാത്ത് കിട്ടുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെളിയല്ലാതെ അയാൾക്ക് അയാളുടെ അവകാശമാണ്. അത് നീക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ സ്വത്ത് പരിശുദ്ധമാവുകയും ചെയ്യും. ആ നിലക്ക് സക്കാത്ത് കൊടുക്കുന്നവനാണ് അവൻ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ ധനത്തിന് സക്കാത്ത് എന്ന പേരിട്ടത്. പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്ന ആണ് നാം കൊടുക്കുന്ന സക്കാത്ത്. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 തുടയലുകൾക്കുള്ള ഇടയിലുള്ളതും 2 താടിയെല്ലുകൾക്കിടയിലുള്ളതും സംരക്ഷിച്ചാൽ സ്വർഗം നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. തുടയലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഗുഹ്യാവയവമാണ്. താടിയെല്ലുകൾക്കിടയിൽ നമ്മുടെ നാവാണ്. ഇവിടെ ഗുഹ്യാവയവം സൂക്ഷിക്കുന്നവർക്കാണ്, അവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവരവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാല അസ്വാജ്, അവരുടെ ഭാര്യമാരുമായി മാത്രമേ ശാരീരികമായ ബന്ധം പുലർത്താൻ പാടുള്ളൂ. രണ്ടാമത്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന അടിമ സ്ത്രീകൾ, അവർ അന്ന് ഭക്ഷണത്തിനും മറ്റുമായി വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവരാളുകൾ ഗനീമത്ത് സ്വത്തായിട്ട് വീതിച്ച് നൽകാറുണ്ടായിരുന്നു. പിന്നീട് ആ വിശ്വാസികളുടെ ഇടയിൽ ഈ ഒരു സമ്പ്രദായം എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ അടിമ സ്ത്രീകളും അതുപോലെ തന്നെ സ്വന്തം ഭാര്യമാരും അവർ മാത്രമേ ശാരീരികമായ ബന്ധത്തിന് പാടുള്ളൂ എന്നുകൂടി ഖുർആൻ നിർദ്ദേശിക്കുകയാണ്. ഇനി ഇതിന് പുറമെ ഇതൊന്നുമല്ല, അതിനേക്കാളും പുറമെ വീണ്ടും മറ്റ് പലതും ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളെപ്പറ്റി പറഞ്ഞത് പരിധി വിട്ടയാളാണ്. അയാൾ പരിധി വിട്ട ആളാണ്. അപ്പോൾ സത്യവിശ്വാസികൾ വാക്കാലും പ്രവൃത്തിയാലും നല്ലതല്ലാത്ത വരുത്തി തീർക്കാത്ത, അള്ളാഹുവിനെ വിനയപൂർവ്വം ആരാധിക്കുന്ന നല്ല മനുഷ്യരാണ്. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികൾ എന്ന് പേരിട്ടിട്ടത്. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.